ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് കേട്ടോ ഇന്ന് സാധിച്ചിട്ടുള്ളത്. കൊട്ടിയൂർ വന്നിട്ടൊന്ന് തൊഴണമെന്ന് ഒരുപാട് വർഷങ്ങളായി ആഗ്രഹിക്കുന്നത്. പണ്ട് പോലീസിന് ജോലി കിട്ടിയ സമയത്ത് ഒരു വർഷം ഇവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്നു, ഒരു 10 ദിവസം. അല്ലാതെ ഇവിടെ വന്നിട്ടൊന്ന് തൊഴണമെന്ന് വിചാരിച്ചിട്ട് കുറേ ആയി ആഗ്രഹിക്കുന്നു. പക്ഷെ അതിനൊന്നും അവസരം കിട്ടിയിട്ടുണ്ടായില്ല. അത് ഈ വർഷം സാധിച്ചിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം 60-70 കിലോമീറ്റർ മാത്രമേ ഇടത്തേക്ക് ദൂരമുള്ളൂ. പക്ഷേ എന്നിട്ടും കല്യാണം കഴിഞ്ഞിട്ട് ഫാമിലി ആയിട്ട് ഒന്നിങ്ങോട്ട് വന്ന് തൊഴണമെന്ന് വിചാരിച്ചിട്ട് ഏകദേശം 10 വർഷമായി, ഇതുവരെ നടന്നിട്ടില്ല. ഇപ്പോൾ ഇതിന് അവസരം കിട്ടി. ഏതായാലും അതിൽ നല്ല സന്തോഷമുണ്ട്, നല്ല ഹാപ്പിയാണ് നമ്മളെല്ലാവരും. കൊട്ടിയൂരിനെ പറ്റി പറയുകയാണെങ്കിൽ കൊട്ടിയൂർ ഒരു മനോഹരമായ ക്ഷേത്ര നഗരമാണ്. കേരളത്തിലെ കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ഇതിന് വലിയ ആരാധനാപരവും പൗരാണികപരവുമായ പ്രാധാന്യമുണ്ട്. ഇവിടുത്തെ പ്രധാന ആകർഷണമാണ് കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം. കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ശിവക്ഷേത്രങ്ങളിൽ ഒന്നായി ഈ ക്ഷേത്രത്തെ പരിഗണിക്കുന്നുണ്ട്. ഇവിടെ 2 ശിവക്ഷേത്രങ്ങളുണ്ട്. ഒന്ന് അക്കരെ കൊട്ടിയൂർ, ഒന്ന് ഇക്കരെ കൊട്ടിയൂർ. അക്കരെ കൊട്ടിയൂർ എന്ന് പറയുന്നത് ശരിക്കും ക്ഷേത്രമായിട്ടില്ല. അവിടെ ഈ ഉത്സവ സമയത്ത് ഒരു ഓല കൊണ്ട് കെട്ടിയുണ്ടാക്കുന്ന താൽക്കാലികമായ ഒരു ക്ഷേത്രമാണ്. അത് ഈ ഉത്സവം കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊളിച്ചു കളയും. അതൊരു ചിറയാണ്, ശരിക്കൊരു പുഴ ഒഴുകുന്ന ഒരു വഴിയിലുണ്ടാക്കിയ ചിറയാണത്. എല്ലാ വർഷവും മെയ് ജൂൺ മാസങ്ങളിലാണ് ഇവിടെ വൈശാഖ മഹോത്സവം നടക്കുന്നത്. കൊട്ടിയൂരിൻ്റെ ഏറ്റവും വലിയ ആഘോഷമാണിത്. ഏകദേശം 28 ദിവസം നീളുന്ന ഈ ഉത്സവത്തിൽ ആയിരക്കണക്കിന് ഭക്തർ പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിൽ നിന്ന് മാത്രമല്ല, കർണാടക, തമിഴ്നാട് മുതലായ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ഭക്തന്മാർ ഇവിടെ വരാറുണ്ട് തൊഴാൻ വേണ്ടിയിട്ട്. ഇത് വിശദമായ ഒരു വീഡിയോ ഒന്നുമല്ല, ജസ്റ്റ് ഇവിടെ വന്ന സമയത്ത് ഒരു ചെറിയൊരു വീഡിയോ എടുത്തു, അത് നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കുന്നു എന്നേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.